സംസ്ഥാനത്ത് അരിവില കുതിക്കുന്നു. കഴിഞ്ഞ 3 ആഴ്ചക്കിടെ ജനപ്രിയ ഇനങ്ങളടക്കം കിലോയ്ക്ക് 8 രൂപ മുതൽ 12 രൂപ വരെയാണ് വില കൂടിയത്. ഇതോടെ സാധാരണക്കാർ ആശ്രയിക്കുന്ന നാട്ടിൻപുറങ്ങളിലെ കടകളിൽ ശരാശരി 1 കിലോ അരിക്ക് 50 രൂപ മുതൽ 60 രൂപ വരെയായി വില. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന കുറുവ, ബോധന, പൊന്നി, മട്ട ഇനങ്ങൾക്ക് മൊത്ത വിലയിൽ തന്നെ 6 മുതൽ 8 രൂപയുടെ വർധനയാണുള്ളത്. ബിരിയാണിക്കായി വ്യാപകമായി ഉപയോഗിക്കുന്ന കയമ, കോല അരിക്കും അടുത്ത കാലത്ത് 10 രൂപയോളം കൂടി. അരിയുടെ കയറ്റുമതി വർദ്ധിച്ചതാണ് വില വൻതോതിൽ കൂടാൻ ഇടയാക്കിയതെന്ന് മൊത്ത വ്യാപാരികൾ പറയുന്നു. അരിയുടെ കയറ്റുമതിക്ക് കേന്ദ്ര സർക്കാർ നിയന്ത്രണം കൊണ്ടുവന്നാൽ വിലയിൽ കുറവുണ്ടാകുമെന്നാണ് പ്രതീക്ഷ. കയറ്റുമതിക്കാർ മുൻകൂർ പണം നൽകുന്നതിനാൽ ഇതര സംസ്ഥാനങ്ങളിലെ മില്ലുടമകൾ അവർക്ക് അരി നൽകാനാണ് മുൻഗണന നൽകുന്നത്. ആന്ധ്രയിൽ നിന്നാണ് കേരളത്തിലേക്ക് ഊണിനുള്ള അരി കൂടുതലായി എത്തുന്നത്. ബിരിയാണിക്കുള്ളത് പശ്ചിമ ബംഗാളിൽ നിന്നും. ഇവിടങ്ങളിലെ കൊയ്ത്തുത്സവ സീസണായാൽ അരിയുടെ വരവ് കൂടുമെന്നും വിലയിൽ കാര്യമായ കുറവുണ്ടാകുമെന്നാണ് പ്രതീക്ഷ. മൊത്ത വിപണിയിലെ വിലയേക്കാൾ കിലോയ്ക്ക് 10 രൂപയോളം അധികമാണ് പ്രാദേശിക വിപണികൾ ഈടാക്കുന്നത്. മൊത്ത വിപണിയിൽ നിന്ന് വിദൂര സ്ഥലങ്ങളിലേക്ക് ചരക്കുകടത്ത് കൂലിയടക്കം കണക്കാക്കി കൂടുതൽ വില ഈടാക്കുന്നുമുണ്ട്. 1 കിലോ മുതൽ 25 കിലോ വരെയുള്ള ബാഗുകളിലാക്കി വിൽക്കുന്ന ബ്രാൻഡഡ് അരിക്ക് നേരത്തെ 5% നികുതി ഏർപ്പെടുത്തിയതും തിരിച്ചടിയായിട്ടുണ്ട്. കുറഞ്ഞ അളവിൽ അരി വാങ്ങുന്ന ചെറിയ കുടുംബങ്ങളെയാണ് ഇത് പ്രതികൂലമായി ബാധിക്കുന്നത്.